പാലക്കാട് അഗളി സ്കൂളിന്റെ ഫ്യൂസ് KSEB ഊരി. വൈദ്യുതി ബിൽ കുടിശ്ശികയായതോടെ അഗളി ഗവൺമെന്റ് സ്കൂളിലെ ഫ്യൂസ് ഊരുകയായിരുന്നു. 53,000 രൂപയുടെ ബില്ലാണ് കുടിശ്ശികയായത്. അതോടെയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. നമ്മൾ അഗളി സ്കൂളിലെ HM ആണ്. ഇവിടെ എന്തായാലും 3000-ഓളം പിള്ളേർ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂൾ സെക്ഷനിൽ 1083 കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജാനുവരിയിലാണ് ഞാൻ ചാർജ് എടുത്തത്. അപ്പോൾ തന്നെ ഇവിടെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പലതരം നമ്മൾ ഇവിടെ ബന്ധപ്പെട്ട് ഇതുപോലെ കറണ്ട് അടയ്ക്കണം, ഫീസ് അടയ്ക്കണം, കുടിശ്ശികളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു 40,000 രൂപ, 70,000, പിന്നെ ഒരു 10,000, പിന്നെ ഒരു 10,000 അങ്ങനെയായിട്ട് നമ്മൾ അടച്ച് ഇത് ഈ കറണ്ട് കട്ട് ചെയ്യാതെ നോക്കിയതാണ്. അപ്പോൾ ഇത് മുഴുവൻ ഇത്ര ഇപ്പോൾ 51,000 രൂപ അടുത്ത് നമുക്ക് അടയ്ക്കാനുണ്ട് KSEBക്ക്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇത് കുട്ടികൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയാകുന്നൊരു സാഹചര്യമാണ്. എന്തായാലും 53,000 രൂപ കുടിശ്ശികയായ ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, ഈ പുതിയ HM ചുമതലയേൽക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വലിയ കുടിശ്ശിക ഈ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവർ സ്റ്റാഫുകളും മറ്റുമൊക്കെ പിരിച്ചാണ് മുൻപ് ബില്ല് അടച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ബില്ല് അടയ്ക്കേണ്ട, അങ്ങനെയാണെങ്കിൽ ആ പൈസ തിരികെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും, തങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞതാണ് എന്നുള്ളതാണ് HM പറയുന്നത്. പക്ഷേ പിന്നീട് തുക നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ 1,00,000 രൂപയിലേറെ കുടിശ്ശിക വന്നതോടുകൂടെ ഇന്നിപ്പോൾ KSEB എത്തി ആ ഫ്യൂസ് സ്കൂളിൻ്റെ ഊരിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു 3000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സർക്കാർ സ്കൂളിന് ഫ്യൂസ് ഊരിയതോടുകൂടെ തന്നെ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടിലായി മാറിയിരിക്കുകയാണ്. അവർക്ക് കുടിവെള്ളത്തിനുൾപ്പെടെ ബുദ്ധിമുട്ടാണ്. കാരണം ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും കറണ്ട് വേണം, മോട്ടോർ പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് വേണം. പക്ഷേ കറണ്ട് ഇല്ലാതായതോടുകൂടെ തന്നെ ആ ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റുന്നതിനും മറ്റും കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെ മുട്ടുന്ന ഒരു സ്ഥിതിയാണ്. കൂടാതെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഇടത്താണെങ്കിലും ക്ലാസ് മുറികളാണെങ്കിലും ഒക്കെ ഇരുട്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മഴ കൂടെ കനക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മഴക്കാല ആകാശത്ത് മൂടുന്ന സമയത്ത് വലിയ ഇരുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ ക്ലാസ് മുറികളൊക്കെ വലിയ രീതിയിൽ ഇരുട്ടത്തായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ അഡ്മിഷനും മറ്റുമൊക്കെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSEB ഇങ്ങനെ ഫ്യൂസ് ഊരി പോയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. DE ഓഫീസിനെ ഉൾപ്പെടെ ഇവർ സമീപിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അനുകൂല തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും വിദ്യാർത്ഥികൾ, വനവാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്നതാണ് ഈ അഗളിയിൽ, അട്ടപ്പാടി അഗളിയിലുള്ള ഈ സ്കൂള്. അത്തരത്തിൽ ആ വിദ്യാർത്ഥികൾ 3000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ KSEB ഫ്യൂസ് ഊരിയതോടുകൂടെ ഇരുട്ടത്തായി മാറിയിരിക്കുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്.